എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ അടിപൊളിയായിരിക്കുന്നു. വെൽക്കം. ഇന്നുണ്ടല്ലോ എന്റെ ശബ്ദം കംപ്ലീറ്റ് അടിച്ചു വരികയാണ്. 2 ആഴ്ചയായി എനിക്കൊരു പനി വന്നിട്ട്. ഈ പനിന്ന് എല്ലാവരും വിമുക്തനും വിമുക്തകളുമായി മാറി. പക്ഷെ എനിക്കൊരു പനി വന്നാൽ മാറാൻ കുറച്ചധികം സമയമെടുക്കും. അതുകൊണ്ട് ഞാനിപ്പോ ഒരു 14-15 ദിവസമായിട്ട് പനി മാറിയെങ്കിലും അതിന്റെ സൈനസ് ഏരിയ ഇമ്പാക്റ്റും ശബ്ദവും ഒക്കെ ഇങ്ങനെ ഒരു അലങ്കാരമായി കൊണ്ടാടുന്നോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എനിക്ക് വേണ്ടി സംസാരിക്കുന്നത് ദീപാജി മമ്മിയാണ്. നമ്മൾ ഇന്നൊരു മീൽ പ്രപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. മീൽ പ്രപ്പ് എല്ലാ സൺഡേ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ലൈഫിന്റെ ഒരു ബാലൻസിങ് ഫാക്ടർ മീൽ പ്രപ്പിങ് തന്നെയാണ്. അപ്പൊ എല്ലാ ആഴ്ചയും സൺഡേ കുറച്ചധികം സമയമെടുത്ത് നമ്മൾ മീൽ പ്രപ്പ് ചെയ്ത് വെക്കും. അതിനുണ്ടാവുന്ന എഫക്ട് മൺഡേ ടു സാറ്റർഡേ നമുക്ക് വളരെ ചില്ല് ചെയ്തിട്ടുള്ള പുറത്തുനിന്ന് റെസ്റ്റോറന്റ് ഫുഡ്സ് ഒഴിവാക്കിയിട്ടുള്ള ഫാമിലിയോടൊപ്പം നമ്മൾ ഇനഫ് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു 5 days ആണ് നമുക്ക് ഒരു സൺഡേ നമ്മൾ കുറച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യത്തിൽ കിട്ടുന്നത് കേട്ടോ. പോരാത്തിന് നമുക്ക് സ്പെഷ്യലി ഫീമെയിൽസിന് ഒരു മെന്റൽ ലോഡ് ഉണ്ടാവും. എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടത്, ലഞ്ചിന് വേണ്ടത്, ഡിന്നറിന്, അതൊക്കെ മാറി കിട്ടും. അപ്പൊ തന്നെ നമ്മുടെ മെന്റൽ സ്പേസ് ഒക്കെ വെരി ഗുഡ്. നമുക്ക് കുറച്ച് സമാധാനം കിട്ടും. ആ സമാധാനം നമ്മുടെ വീക്കിൽ അങ്ങോട്ട് റേഡിയേറ്റ് ചെയ്യും. ഞാനിപ്പോ നാട്ടിൽ നിന്ന് വന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് 5 ആഴ്ച മീൽ പ്രപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തന്നെ മീൽ പ്രപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തന്നെ ഓൺ ഡിഷസ് ആയിട്ട് ചിലപ്പോൾ നമുക്ക് കുറച്ച് ബോറടിക്കുമല്ലോ. അപ്പോൾ ഇത്തവണ ഞങ്ങൾ കമ്പൈൻ ചെയ്ത് മീൽ പ്രപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. കുറച്ച് നോർത്ത് ഇന്ത്യൻ ഡിഷസും കുറച്ച് സൗത്ത് ഇന്ത്യൻ ഡിഷസും കൂടെ കമ്പൈൻ ചെയ്ത് അപ്പോൾ 2 പേർക്ക് 3 ഡിഷസ് വെച്ചിട്ട് ഉണ്ടാക്കാനുള്ളൂ. ക്വാണ്ടിറ്റി കുറച്ച് കൂടിയിട്ട് 2 ആൾക്കാർക്ക് ഉണ്ടാക്കുകയാണെങ്കിലും 4 ആൾക്കാർക്ക് ഉണ്ടാക്കുകയാണെങ്കിലും എഫേർട്ട് സെയിം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് കുറച്ച് സൗത്ത് ഇന്ത്യൻ ആൻഡ് നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഫോർ നെക്സ്റ്റ് 5 days. മീൽ പ്രപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രീസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അത് റീഹീറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് കഴിക്കേണ്ടതെന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ എനിക്കറിയുന്ന ഇൻഫർമേഷൻ ഞാൻ ഈ ഒരു വീഡിയോയിൽ പാസ് ചെയ്യാം. അപ്പൊ ഇന്ന് ദീപ ചേച്ചി എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്? മലായ് കോഫ്ത, മേഥി പറാഠ, ചിക്കൻ കറി, ക്യാരറ്റ് ഉപ്പേരി, ചിക്കൻ ബിരിയാണി. അത് ശിവിന്റെ ഇനി ഞാൻ ഉണ്ടാക്കുന്നത് ബട്ടർ ചിക്കൻ. ഇനി ഞാൻ ഉണ്ടാക്കുന്നത് സാമ്പാറ്, ചെറുപയർ കറി. ഈ ക്യാരറ്റ് ബീൻസ് ഉപ്പേരി എന്റെ ആയിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. ഉണ്ടാക്കുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയില് ഞാൻ കുറെ പാത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കുക്ക് ചെയ്ത് അപ്പൊ മീൽ പ്രപ്പിംഗ് ബോറടിക്കാതിരിക്കാൻ ഒരു ഫണ്ടാക്കാൻ വേണ്ടി ഇന്ന് അങ്ങനെയും കൂടെ ചെയ്യുന്നു. ഒപ്പം നമുക്കറിയുന്ന ഈസി ആയിട്ടുള്ള കുറച്ച് റെസിപ്പീസും കൂടെ ഇതിന്റെ ഇടയിൽ കൂടെ ഷെയർ ചെയ്യാം. മീൽ പ്രപ്പിങ്ങിന്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും കൂടെ ഞങ്ങൾ ഇതിന്റെ ഇടയിൽ ഷെയർ. ദീപ ചേച്ചി മീൽ പ്രപ്പിങ്ങിന് ആദ്യം ഇന്നായിരുന്നില്ല തുടക്കത്തിൽ, പിന്നെ ലേറ്റർ ആണ് ദീപ ചേച്ചി. അമ്മ നാട്ടിൽ പോയി, ഇവിടുന്ന് വന്നിട്ട് നാട്ടിൽ പോണ സമയത്ത് ഒരാഴ്ചത്തെ കുക്ക് ചെയ്ത് വെച്ചെന്നു. ആ ഒരാഴ്ച ഞാൻ എൻജോയ് ചെയ്ത മെന്റൽ സ്പേസ് വാസ് സോ ഗുഡ്. അതോടെ എനിക്ക് മനസ്സിലായി ഇതില്ലെങ്കിൽ എനിക്ക് പറ്റൂല. അപ്പൊ ആര് വന്നു കഴിഞ്ഞാലും അപ്പൊ ഇനി സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ്. ഇവിടെ ഇങ്ങനെ ചോപ്പിംഗ് ബോർഡായിട്ട് നിൽക്കുമ്പോണ്ടല്ലോ റെഡി അങ്ങനെ പറയാം. എനിക്ക് മറ്റേ ആളെ ഇഷ്ടം. എന്താണ് നിങ്ങൾക്കറിയാം എങ്കിലും ഞാൻ പറയാം. നമ്മൾ മീൽ പ്രപ്പിന്റെ ഇടയിൽ ഉച്ചയ്ക്ക് പട്ടിണിയാവാതിരിക്കാൻ വേണ്ടി കുറച്ച് പുട്ടും അതേപോലെ പഴം പുഴുങ്ങിയതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശർക്കര ഇട്ട് പഴം പുഴുങ്ങിയത്. പിന്നെ ഇവിടെ ഞാൻ രാവിലെ എണീറ്റുടനെ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് സാമ്പാറിനുള്ളത്. അപ്പൊ നമുക്ക് അങ്കത്തട്ടിലോട്ട് ഇറങ്ങാല്ലേ. ഞാനിപ്പോൾ ഈ വീഡിയോ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് എൻ്റെ ശബ്ദം ഏകദേശം ഒരു 95.9% തിരിച്ചു വന്നിട്ടുണ്ട്. ചെറിയൊരു അടപ്പ് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കേൾക്കാന്നേ ഉള്ളൂ. പക്ഷെ ഒരു 8-10 ദിവസം ചെറിയൊരു ബുദ്ധിമുട്ട് ശബ്ദത്തിനുണ്ടായിരുന്നു. പനിയൊക്കെ പെട്ടെന്ന് മാറിയെങ്കിലും ഈ ശബ്ദം തിരിച്ചു വരാൻ കുറച്ച് സമയമെടുത്തു. പിന്നെ ശബ്ദത്തിന് ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ സൗണ്ട് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറയുമല്ലോ. കുറച്ചൊക്കെ റെസ്റ്റ് എടുത്തായിരുന്നു. പക്ഷേ മിണ്ടാതിരിക്കുക വെറുതെ ഇരിക്കുക എന്നുള്ളത് എനിക്ക് അങ്ങോട്ട് മുഴുവനൊരു രസം കിട്ടുന്നൊരു പരിപാടിയല്ല. ഇനി അടഞ്ഞ ശബ്ദത്തിലൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞാലേ പെട്ടെന്ന് നടക്കില്ല. കാരണം ശബ്ദം തിരിച്ചു വന്നല്ലോ. അപ്പോൾ ആ ഒരു മൂഡിൽ നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് കാണാം. മൂരാത്തൊരു ക്രിസ്മസ് ട്രീ ഉണ്ട് ഇവിടെ. ഇവിടെ മലായ് കോഫ്തയ്ക്കുള്ള പനീറും അതേപോലെ പൊട്ടറ്റോയും ഉടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഉണ്ടയാക്കും. ഇന്നലത്തേക്കാളും കുറച്ചും കൂടെ പച്ചമുളക് വേണമെങ്കിൽ കൂടുതലിടാം. ഒരു പച്ചമുളക് ഇങ്ങനെ കടിക്കുന്ന ഒരു രസം. ഇവിടെ ഇതിലെന്റെ സാമ്പാറിന്റെ വെജിറ്റബിൾസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിലെന്റെ ചെറുപയർ കറി വിസിലടിച്ചുകൊണ്ടിരിക്കുന്നു. മീൻ വൈൽ ഞങ്ങൾ പോയിട്ട് പുട്ടും
പഴവും കഴിക്കുന്നു. ചിക്കൻ കറി. നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ശർക്കരയിൽ പുഴുങ്ങിയ പഴം, പുട്ട്, കുറച്ച് ചിക്കൻ കറി. എൻ്റെ ശബ്ദം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ സംസാരിക്കുന്നത്. പിന്നെ എനിക്ക് വിചാരിച്ച കാര്യങ്ങൾ മാറ്റി വെച്ച ഒരു ഭയങ്കര മെൻ്റലി ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊന്ന് ചെയ്ത് തീർക്കുകയാണ് നല്ലത്. ഓൾവേസ് ഫങ്ഷൻ ആസ് യു പ്ലാൻ. ദാറ്റ്സ് ഗുഡ്. നമ്മൾ ബ്രഞ്ച് കഴിഞ്ഞ് വീണ്ടും കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. മലായി കോഫ്തയിൽ നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന ഉരുളൻകിഴങ്ങും പനീറും നല്ലോണം ഉടച്ചു ചേർത്ത് ഒരു 3 പച്ചമുളക് അരിഞ്ഞിട്ട് ഒരു 2 സ്പൂൺ കോൺഫ്ലോറും കൂടെ ആഡ് ചെയ്ത് നല്ലോണം കുഴച്ച് ചെറിയ കുഞ്ഞു കുഞ്ഞു ഉണ്ടകളാക്കി മാറ്റി വെക്കുകയാണ്. നമ്മൾ കുറച്ച് ഷ്രെഡഡ് ക്യാരറ്റും കൂടി ഇടും കേട്ടോ. ഇന്നലെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഗ്രീൻ പീസ് ഇട്ടായിരുന്നു. ഒന്ന് ഗ്രീൻ പീസ് ഇടുന്നതിന്റെ പകരം നമ്മൾ ക്യാരറ്റ് ഇടും. അത് ഞപ്പതിലിടും. എല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇന്നലെ ഇവിടെ ഗംഭീരായിരുന്നു. ഇന്നലെ വൈകുന്നേരം സൗണ്ട് തെറാപ്പി ഉണ്ടായിരുന്നു. ഞാനും ദീപ ചേച്ചിയും കൂടെ ചെറുതായിട്ട് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു പുറത്ത്. പിന്നെ ഒട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അമ്മു ചേച്ചി സഞ്ചേട്ടൻ വന്നു. ഈ ഡിസംബർ മാസം എല്ലാരെയും ഒരുപാട് കണ്ടിട്ട് ജാനുവരിയിൽ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ ബോറടിച്ച് വളരെ കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ജാനുവരിൽ കുറെ ഉണ്ടാവും. നമ്മൾ ഈ ക്യാരറ്റും കൂടെ ആഡ് ചെയ്ത് ഇത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുത്ത് വരുമ്പോഴേക്ക് ഇന്നലത്തെ ഞങ്ങളുടെ ഇവിടുത്തെ കുറച്ച് കലാപരിപാടി നിങ്ങളൊന്ന് കണ്ട് തിരിച്ചു വരും. അപ്പോഴേക്ക് ഞങ്ങൾ ബോൾസ് ഒക്കെ റെഡിയാക്കി വെക്കാം. ഞാനും ദീപ ചേച്ചിയും കൂടെ സെൻട്രം പോവുകയാണ് വിഷ്ണുവിന് ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു ഗിഫ്റ്റ് വായിക്കാൻ വേണ്ടിയിട്ട്. ഇന്നലെ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ആംസ്റ്റൽഫെയിൻ സെൻറ്ററൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്താ എടുക്കേണ്ടതെന്ന്. അങ്ങനെ സഹായം ചോദിച്ച് ദീപ ചേച്ചിയുടെ ഒപ്പം നമ്മളിന്ന് സെൻട്രം പോവുകയാണ്. അതെ, ദീപ ചേച്ചിയുടെ നമ്മുടെ ചാനലിലുള്ള ഓൾമോസ്റ്റ് ഒരു 80% ആൾക്കാർക്ക് അറിയുന്നുണ്ടായിരിക്കും. ആദ്യം തൊട്ടേ നമ്മുടെ ചാനൽ കാണുന്നത്. തുടക്കത്തിൽ നമ്മൾ ഫുൾ വൈബായിരുന്നു ഓൺ യൂട്യൂബ്. പിന്നെ ലേറ്റർ ദീപജിയുടെ ഫോക്കസ് ഒന്ന് കുറച്ച് മാറി സ്വിമ്മിങ്ങിലോട്ടും പിന്നെ ജോലിയിൽ കുറച്ചധികം ഫോക്കസ് ചെയ്യേണ്ട അങ്ങനത്തെ ഒരു സാഹചര്യമില്ല, ഒരു ഓപ്ഷനിൽ അതെ മെന്റൽ ജേണിയും. അപ്പൊ അതായത് കാരണം കുറച്ചു കാലം ദീപ ചേച്ചി യൂട്യൂബിൽ നിന്ന് ഒരു ബ്രേക്ക് ആയിരുന്നു. ഇപ്പൊ എല്ലാത്തിനും ഒരു പീസ് കണ്ടുപിടിച്ച് തിരിച്ചിങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തു തുടങ്ങിയ സന്തോഷം, ബാലൻസ് കണ്ടുപിടിച്ച് ഒരു സന്തോഷം കണ്ടുപിടിക്കുന്നു. അപ്പോ ഇന്നത്തെ നമ്മുടെ തനി മലയാളിയുടെ ഈ ഒരു ചാനലിലോട്ട് നമ്മൾ വെൽക്കം ചെയ്യുന്നു. ചെയ്യാമോ അക്ക ദീപ സേതു മാധവൻ, വെൽക്കം ടു തനി മലയാളീസ് ചാനൽ. ഒരു അവാർഡിനൊക്കെ വിളിച്ച പോലെ അല്ലേ? നമുക്ക് പോവാം. ഈ സമയം അത്യാവശ്യം നല്ല ട്രാഫിക്കുള്ള സമയമായതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു 20-25 മിനിറ്റ് എടുത്തു സെന്റർ എത്താൻ വേണ്ടിയിട്ട്. ഇത് ഒരു റെസ്പെക്ട് തന്നു നിങ്ങൾക്ക്. എൻ്റെ അടുത്ത് ഗാംഭീര്യമുള്ള ശബ്ദമുണ്ട്. ഇത്ര കാലം പേതായിരുന്നു. ഇപ്പൊ നല്ല കനം. എനിക്കും ഇഷ്ടമാണ്. തുടക്കത്തിലെ കുറച്ച് ദിവസം നമുക്ക് സൗണ്ട് ഭയങ്കര ശരി. അപ്പൊ നമ്മളിവിടെ ബൈൻ ബോക്സിലെത്തി. ഇവിടെ നമുക്ക് ലിഫ്റ്റ് എടുക്കാം. എന്തിനാ സ്റ്റെപ്പ് ഇറങ്ങണം? ഞങ്ങൾ കഴിഞ്ഞൊരു 15-20 മിനിറ്റ് ആയിട്ട് ഇവിടെ കുറെ തപ്പി നടന്നു. പക്ഷെ ഒന്നും മനസ്സിന് പിടിക്കുന്ന ഒരു സംഗതി അങ്ങോട്ട് കിട്ടിയില്ല. എനിക്കൊരു ജാക്കറ്റ് വാങ്ങിക്കുക അല്ലെങ്കിൽ ഒരു ബെൽറ്റ് വാങ്ങിക്കാനായിരുന്നു ഐഡിയ. പക്ഷെ രണ്ടും നോക്കിയിട്ട് നമുക്ക് ചില കാര്യങ്ങളോടൊരു കണക്ഷൻ ഫീൽ ചെയ്യൂലെടുക്കാൻ. ആ കണക്ഷൻ ഫീൽ ചെയ്യാത്ത കാരണം ഒന്നും വാങ്ങിക്കാതെ ഇവിടെ ഇറങ്ങുകയാണ്. ചിലപ്പോൾ ഇത്തവണത്തെ ആനിവേഴ്സറിക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചിരിക്കേണ്ടി വരും. എനിക്കിഷ്ടമല്ല അങ്ങനെ. എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തില്ലെങ്കിൽ ഒരു മിസ്സിംഗ് ആണ്. കുറേ കടകളിൽ കയറി ഇറങ്ങിയപ്പോൾ ഇപ്പോൾ തോന്നുന്നു സൺഗ്ലാസ് മേടിക്കാന്നുള്ളത്. ഇനി ഇഷ്ടമായില്ലെങ്കിൽ നമുക്ക് ഒന്ന് മാറ്റാലോ. ആ ഒരു ഐഡിയയിൽ അങ്ങോട്ട് വാങ്ങിക്കാം. എനിക്ക് പെട്ടെന്ന് ഒരാൾക്കൊരു ഗിഫ്റ്റ് ടപ്പ് എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ എനിക്ക് നടക്കുന്ന കാര്യമല്ല എന്ന് എനിക്ക് മനസ്സിലായി. കുറച്ചൊന്ന് ചിന്തിച്ചാലേ ഞാൻ പറയട്ടെ. ശരിക്കും എന്താ വെച്ചാൽ കാലാവൂലേ? ഇല്ല, ഞാൻ കേക്ക് നമ്മൾ കുറെ കാലം ഒരുമിച്ചാകുമ്പോഴത്തേക്കും എല്ലാം വാങ്ങി കഴിഞ്ഞോ നമുക്കൊരു പേഴ്സണൽ ലിസ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യണോ. പിന്നെ നമുക്ക് അതിലും ക്രിയേറ്റീവ് ആവാൻ തോന്നും. അത് ലാസ്റ്റ് മിനിറ്റ് ചെയ്ത് ശരിയാവൂല. അതാണ് ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് കുറച്ച് പേഴ്സണലൈസ് ചെയ്യും വേണം എന്ന് എനിക്ക് ഈ പ്രാവശ്യം അത് ചെയ്യാനുള്ള സമയമില്ല. അതാണ്ടായത്. പക്ഷെ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു ഇന്ന് എനിക്കിവിടെ വന്ന് വാങ്ങിക്കാൻ പറ്റുന്നുള്ളത്. ആ ഒരു കോൺഫിഡൻസും കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ഫൈനലി സൺഗ്ലാസ് എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇപ്പൊ ഇവിടെ വന്നിട്ട് 2-3 സൺഗ്ലാസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഈ വിഷ്ണുവിന്റെ മുഖത്ത് പക്ഷേ ഒരു പ്രത്യേക ഷേപ്പാണ് മുഖത്തിന്. അതുകൊണ്ട് എല്ലാ ഷേപ്സും അങ്ങനെ ഒത്തുചേർന്ന് പോണ പോലെ തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ ഈവൻ ഈ പറഞ്ഞ പോലെ നമുക്ക് എടുത്തിട്ട് പറ്റിയില്ലെങ്കിൽ റിട്ടേണിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു സൺഗ്ലാസ് ആവാം. നല്ലൊരു ആഡാണ് സൺഗ്ലാസ്. ഇതിന് വിഷ്ണു ഇട്ടില്ലെങ്കിൽ എനിക്കിടാൻ പറ്റും ഇല്ലേ? ഇല്ലെങ്കിൽ നീ എനിക്ക് തന്നോ, ഞാൻ ഇട്ടോളാം. നമ്മൾ 2 ഗ്ലാസ്സാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. ഒന്നിതും പിന്നെ അതെ നേരത്തെ കണ്ട ഈ ഒരു ഗ്ലാസും. ഇതിന്ന് ഫൈനലി നമ്മൾ കുറെ ആലോചിച്ച് ഒന്നെടുത്തു. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായെങ്കിലും ഇപ്പൊ എന്തൊരു സന്തോഷമുണ്ട്. ഇപ്പൊ ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്. ആ വഴിയാണോ പോണേ നമ്മള്? ഇനി പോവല്ലേ? നിങ്ങൾ കണ്ടുവരുമ്പോ എന്റെ ഉരുട്ടൽ തീരുന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ തീരുന്നില്ല.
എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു, അത് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. കഴിഞ്ഞ വ്ളോഗിലും ചോദിക്കുന്നുണ്ടായിരുന്നു ബെയിലിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ബെയിലിയുടെ സിറ്റുവേഷൻ അത്ര ഗുഡല്ല. ബെയിലി ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 മാസമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഏറ്റവും ബെസ്റ്റ് കെയർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്ന ഏറ്റവും അടിപൊളി കാര്യം ബെയിലിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ചില അസുഖങ്ങൾ വന്നാൽ മനുഷ്യന്മാരെ പോലെ തന്നെ അവർക്കും റിക്കവർ ചെയ്ത് വരാൻ പറ്റില്ലല്ലോ. അപ്പൊ ബെയിലിഡി പറയുന്ന പോലെ നമ്മൾ ഫിസിയോതെറാപ്പിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം നമ്മൾ സർജറി ചെയ്തു. ഒരു ചേഞ്ചും വരുന്നില്ല. കുറച്ച് ബുദ്ധിമുട്ടായി കൊണ്ട് വരികയാണ് കാര്യങ്ങൾ. അപ്പോൾ ബെയിലിനെ നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവരികയാണ്. അരയ്ക്ക് താഴെ പാരലൈസ്ഡ് ആയിട്ടുണ്ട്. ഇനി അവിടെ ഒരു വീൽ ചെയർ പോലത്തെ ഒരു സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബെയിലിക്ക് കുറച്ച് മൂവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ അവിടെ മുറിയും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ, കാരണം അത് എല്ലാം നോക്കണ്ടായിരുന്നു. നമുക്കിനി എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഇനി എനിക്ക് തോന്നുന്നില്ല ഒരാൾക്ക് ഇതിന്റെ അപ്പുറം എന്തെങ്കിലും അത് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഫിനാൻഷ്യലി, ഇമോഷണലി, ഫിസിക്കലി, എല്ലാം മെന്റലി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിന്റെ എക്സ്ട്രീം വരെ നമ്മൾ പോയി. പക്ഷെ ചിലപ്പോ ഇങ്ങനെയാണ്. അപ്പൊ എനിക്കിനി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ബെയിലിനെ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ. കാരണം ഞാൻ കോഴിക്കോടുള്ള സമയത്താണ് അവൾക്ക് വയ്യാതെയത്. അടുത്ത ദിവസം തന്നെ നമ്മള് ഏറ്റവും അന്വേഷിച്ച് ബെസ്റ്റ് കാര്യം കൊച്ചിയിലാണ് കിട്ടുക എന്ന് നമുക്ക് തോന്നിയിട്ട് കൊച്ചിയിൽ തന്നെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ എത്ര തവണ അപ്പ് ആൻഡ് ഡൗൺ പോയി വന്നു എന്നുള്ളത്, 5 വയസ്സേ ഉള്ളൂ, എത്ര തവണ അപ്പ് ആൻഡ് ഡൗൺ പോയി വന്നു എന്നുള്ളത് ഞാൻ കണ്ടതാണ്. ഞാൻ കൊച്ചിയിൽ പോയിട്ട് എനിക്ക് അവളെ എങ്ങനെ കാണണ്ട, ഫുള്ളി റിക്കവർ ചെയ്ത് കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത് കയറിയില്ല. എനിക്ക് അത്ര എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു മാറുന്നുള്ളത്. പക്ഷെ മാറിയില്ല. ഒപ്പം അവൾക്ക് ഹാർട്ടിനും എന്തോ ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ബെയിലിയുടെ അവസ്ഥ അത്ര ഗുഡല്ല, നന്നായിട്ടല്ല പോണത്. ഒരു ബെയിലിക്കാലായിരുന്നു ഒരു 5 കൊല്ലമായിട്ട് ഞങ്ങളുടെ വീട്ടില്. അമ്മ പറയണ പോലെ അമ്മയ്ക്ക് ഇങ്ങനെ വിഷമം വരിക എന്ന് പറയാം. കാരണം അച്ഛനന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് കുറച്ച് ചിക്കനൊക്കെ വീട്ടിൽ നിന്ന് വേവിച്ചുണ്ടാക്കി വീട്ടിലത്തെ ടേസ്റ്റ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് അത് പാക്ക് ചെയ്യുമ്പോൾ കരച്ചിൽ വരിക എന്ന് പറയാം. കാരണം ഒരു ബെയിലിക്കാലായിരുന്നു നമ്മുടെ വീട്ടില്. റോട്ടിൽ കൂടെ പോണവരോടും വീട്ടിലുള്ളവരോടും വർത്താനം പറയേണ്ട ഇടയിൽ കയറി കുത്തി പറഞ്ഞിട്ടും മൊത്തത്തിൽ ഇങ്ങനെ വീടിങ്ങനെ ഭരിച്ചു നടക്കായിരുന്നു ബെയിലി. അതിനകത്ത് 5 കൊല്ലത്തെ ആയുസേ ഉണ്ടായുള്ളൂ. ഇനിയും റിക്കവർ ചെയ്ത് വരാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണെന്നാണ് ഡോക്ടേഴ്സ് നമ്മുടെ അടുത്ത് പറയുന്നത്. പക്ഷെ സ്റ്റിൽ നമുക്ക് എക്സ്പെക്ടേഷൻ ഉണ്ട്. 10-12 ഒക്കെയാണ് പറയുന്നത്. ഭയങ്കര കുഞ്ഞതായിരുന്നു. ഇനി അവിടെ വെച്ചിട്ട് കാര്യമില്ലാത്ത കാരണം നമ്മൾ വീട്ടിൽ കൊണ്ടുവരികയാണ്. അപ്പൊ അത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കുന്നുണ്ടായി എങ്ങനെ ഉണ്ടായി ബെയിലിക്ക് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടത് പറയണം എന്ന് തോന്നിയത് കാരണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എന്താ ചെയ്യാലോ, ഒന്നും ചെയ്യാനില്ല. ചെയ്യാൻ പറ്റുന്നൊക്കെ നമ്മൾ ചെയ്തു. ഇതോടുകൂടെ അമ്മ പറഞ്ഞു ഇനി ഒരു പെറ്റിനെ വാങ്ങിക്കില്ല, അഡോപ്റ്റ് ചെയ്യില്ലാന്ന്. തറവാട്ടില് മേമയ്ക്ക് മീൻസ് എന്റെ വീട്ടിലെ എല്ലാവരും ഡോഗ് ക്രേസിയാണ്. അപ്പൊ മേമ ഇതേ ഡയലോഗ് പറയുന്നുണ്ട്, ഡോഗ് ഞാൻ അത്ര പെറ്റ് പേഴ്സൺ അല്ല, എനിക്ക് പേടിയായതുകൊണ്ടുണ്ടോ. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് അതൊരു കുട്ടീനോടുള്ള സെയിം അറ്റാച്ച്മെന്റ്. എന്നിട്ട് അതിനുശേഷം മേമ എന്തെങ്കിലും പറ്റുമ്പോൾ വീട്ടിൽ ശരിക്കും ഒരു മൂകത കുറെ കാലം. എന്നിട്ട് മേമനെ പറയുന്നിട്ടുണ്ട് ഇനി പെറ്റ് വാങ്ങില്ല എന്ന്. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഫോർ സം റീസൺ എന്റെ അമ്മയും ഒട്ടും ഒരു പെറ്റ് പേഴ്സൺ അല്ല. പക്ഷെ ഇത് കഴിഞ്ഞ അമ്മ കറിയൊക്കെ ചെയ്യാം ഫോണിലത് പറയുമ്പോ. നിങ്ങൾ ആന്റിയോട് ചെയ്ത ദ്രോഹമാണ് പെറ്റ് പേഴ്സൺ അല്ലാത്ത ആൾക്കാർ. അവർക്ക് ഇമോഷണൽ അമ്മ ഭയങ്കര അറ്റാച്ച്ഡ് ആയി. അമ്മ എന്നിട്ട് ഇവള് ഭക്ഷണം കഴിച്ചിട്ട് വാരി കൊടുക്കുക, പിന്നാലെ നടന്ന് നിർബന്ധിച്ച് വയറുകൾ കുത്തി കയറ്റുക. അമ്മയ്ക്ക് ശരിക്കും ഒരു കുട്ടി ഉണ്ടായത് പോലെയായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുള്ളതെന്ന് അറിയാം അമ്മ. ശരിക്കും മറ്റേ ക്യാരറ്റ് കൊണ്ട് ഗുലാബ് ജാമുൻ ഉണ്ടാക്കും കേട്ടോ. അല്ല, റസ്മലായി, ക്യാരറ്റ് റസ്മലായിന്റെ ലുക്ക് ഉണ്ട്. സത്യം ഒരിക്കലും ഞാൻ ക്യാരറ്റ് റസ്മലായി ട്രൈ ചെയ്യും. ഞങ്ങൾ ഇന്ന് മീൽ പ്രപ്പ് ചെയ്യാനുള്ള റീസൺ തന്നെ എന്താണെന്ന് അറിയാം. ഞങ്ങളുടെ പേരൊന്നും നന്നാക്കാൻ കിച്ചണിൽ കയറി. അന്ന് നമ്മള് ക്രിസ്മസിന് കയറിയല്ലോ. അന്ന് ഞങ്ങള് ബ്രഞ്ചിന് ഉദ്ദേശിച്ച സാധനം ഉച്ച കഴിഞ്ഞ. ഇന്ന് പക്ഷെ ഞങ്ങള് 3 മണി കിച്ചൺ ക്ലോസ് ആണ്. ആഫ്റ്റർ മീൽ പ്രപ്പ് 1.5 മണിക്കൂറേ ഉള്ളൂ. നമ്മൾ മലായി കോഫ്ത ഫ്രൈ ചെയ്ത് വെക്കുന്നേ ഉള്ളൂ കേട്ടോ. കറിയിലിടുന്ന പരിപാടി നമ്മൾ കഴിക്കുന്ന ആ സമയത്താണ് നമ്മൾ ചെയ്യുക. ഇതൊരു എക്സ്പെരിമെന്റ് ആണ് കേട്ടോ. ഇത് ഇതുവരെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അതുകൊണ്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അപ്പോഴേ. നമ്മൾ അന്ന് തന്നെ കഴിക്കുകയാണെങ്കിൽ ഈ കോഫ്താസ് ക്രിസ്പി ആയിരിക്കും. പക്ഷെ നമ്മൾ 2 ദിവസം കഴിഞ്ഞ് കഴിക്കും. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇത് ഇങ്ങനെ വെച്ചിട്ട് അപ്പൊ ഫ്രൈ ചെയ്താലോ? അത്
നന്നായിരിക്കും. കുറച്ച് ഹാഫ് ചെയ്ത് നോക്കാം. കാരണം ഇത് നമുക്ക് പെട്ടെന്ന് കഴിക്കാം. എന്നിട്ട് ബാക്കി നമുക്കിപ്പോൾ ഒരു 2-3 days കഴിഞ്ഞിട്ടാണെങ്കിലും സ്റ്റോർ ചെയ്യാം. അപ്പൊ അതാ ഫ്രൈ ചെയ്തിട്ടിടാം. രണ്ടാമത് ഉറക്കൊക്കെ കഴിഞ്ഞ ഒരാൾ എണീറ്റിട്ടുണ്ട്. എന്ത് സുഖമുള്ള ജീവിതമാണ്. കുറെ പേര് എടുത്തിടക്കുന്നു, കുറെ പേര് ഫുഡ് എവിടെയാണെന്നൊക്കെ. ഇന്നലെ പക്ഷെ കുറെ ആൾക്കാരെ കണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കണു. ചാടി തുള്ളിയൊക്കെ ചിരിക്കണ്ടായിരുന്നു. ലൂണ നിലത്ത് കൂടെ നടക്കുമ്പോഴേ കണ്ണിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ലൂണയുടെ പിന്നാലെ. ദീപ ചേച്ചിയുടെ മേമയുടെ പൊടികളാണ് കേട്ടോ. മേമ വീട്ടിലുണ്ടാക്കുന്ന, ഞാൻ പറഞ്ഞു അന്ന് നമ്മള് യുവിക്ക് കൊടുക്കുക ടമാസ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് മേമയുടെ ബ്രാൻഡ്. അപ്പൊ അതിൽ വളരെ ലിമിറ്റഡ് ആയിട്ടേ ചെയ്യുന്നുണ്ട്. അതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. കാരണം അവരത് ഒരു ബിഗ് സ്കെയിൽ ബിസിനസ് ആക്കിയിട്ട് മാറ്റാനുള്ള പ്ലാൻ ഇതുവരെ ഇല്ല എന്നാണ് ദീപചേച്ചി മനസ്സിലായത്. ദീപചേച്ചി ഉപയോഗിച്ച് ചില കാര്യങ്ങൾ എനിക്ക് തന്നത് കാരണം എനിക്ക് ഉപയോഗിച്ച് ഹോം മെയ്ഡ് ഫീൽ കൂടുതലുണ്ട്. അപ്പൊ സാമ്പാർ പൊടി ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ മറ്റേ പൊടി ഉണ്ടായിരുന്നു. ഞാൻ ഒരു പൊടികളും കടയിൽ നിന്ന് വാങ്ങാറില്ല. എല്ലാം ഞാൻ എന്റെ സ്റ്റോക്ക് തരുമ്പോ ഒന്നില്ലെങ്കിൽ അമ്മ വരുമ്പോ കൊണ്ടുവരും, ഇല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഞാൻ പാർസൽ ഇങ്ങോട്ട് അയപ്പിക്കും. അതാണ്. ആണോ? വരുന്നോട്ടോ ഐഷു. ഞാൻ എന്റെ കോഫ്റ്റാസ് കൊണ്ടുപോകാനുള്ളത് ഞാൻ എന്റെ ഗ്ലാസ് കണ്ടെയ്നേഴ്സിലാക്കാം കേട്ടോ. ഞാൻ എപ്പോഴും മീൽ പ്രപ്പ് ചെയ്യുമ്പോൾ സ്റ്റോർ ചെയ്യുന്ന ഫുഡ് ഗ്ലാസ് കണ്ടെയ്നേഴ്സിലാണ് അധികം സ്റ്റോർ ചെയ്യാറ്. പിന്നെ അതേപോലെ ഒട്ടും വെള്ളം ഉണ്ടാവാതിരിക്കാനും കുക്ക് ചെയ്ത് നല്ലോണം തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ കയറ്റാനും വേണ്ടി ശ്രമിക്കാറുണ്ട്. പിന്നെ അതേപോലെ നമ്മളെടുത്ത് റീഹീറ്റ് ചെയ്യുമ്പോണ്ടല്ലോ നല്ലോണം ശ്രദ്ധിക്കണം കുറേ കാര്യങ്ങൾ. ഒന്നെങ്കിൽ നമുക്ക് ഒരേ കണ്ടെയ്നേഴ്സിൽ തന്നെ വെച്ച് ആവശ്യമുള്ളത് മാത്രം പുറത്തെടുത്ത് ബാക്കി ഭാഗങ്ങൾ അനക്കാത്ത രീതിയിൽ ഉപയോഗിക്കാം. ഞാൻ ചെയ്യാറ് വേറെ വേറെ കണ്ടെയ്നേഴ്സിലാക്കി വെക്കും ചെയ്യാറുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ അത് ഒരിക്കലും നമ്മൾ പുറത്തെടുക്കേണ്ട ആവശ്യമില്ല. അതിന് ടെമ്പറേച്ചർ ഡിഫറൻസ് വരിക അങ്ങനത്തെ സംഗതികളൊന്നും സംഭവിക്കുന്നില്ല. അപ്പൊ എത്ര നേരത്തേക്കാണോ ഞാനിപ്പോൾ ഒരു ചെറുപയർ കറി പ്ലാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 നേരത്തേക്കാണെങ്കിൽ 2 ഡിഫറെന്റ് ബോക്സസിൽ 2 ആൾക്കാർക്ക് ഒരു നേരം കഴിക്കാനുള്ള അത്രയാണ് ഒരു ബോക്സിൽ ഞാൻ ആക്കി വെക്കാം. ഇത് മൊത്തം എനിക്ക് ഇത്ര എനിക്ക് ആവശ്യമില്ല. അല്ല വേണ്ട. ക്യാരറ്റും ബീൻസും ഒരു തോരനാണ് ഉണ്ടാക്കി വെക്കുന്നത്. ഇഷ്ടം കാലനങ്ങുമെങ്കിൽ കുറച്ച് മുന്നോട്ട് ക്യാരറ്റും ബീൻസും ഒരു തോരനാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ഇത് കുറച്ച് അധികമായിരിക്കും 2 ഫാമിലിക്ക്. നെതർലാൻഡ്സിലെ മലയാളി ഫാമിലികൾക്ക് എല്ലാവർക്കും കൊടുത്തിട്ട് നമ്മൾ ഇനി മനസ്സിലാക്കുന്നത് അടുത്ത പ്രാവശ്യം കമ്പൈൻ കുക്കിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്ന ക്വാണ്ടിറ്റിനേക്കാളും ഒരു പൊടി ധാരാളികൾ മിക്സ് ചെയ്താൽ അങ്ങനെ ഉണ്ടാവും. നിങ്ങൾക്ക് തികയില് ടെൻഷനുള്ള ആൾക്കാരാണ്. ഇവിടെ നോർത്ത് ഇന്ത്യനും അബദ്ധവശാൽ ചോറ് അങ്ങനെ പറയാൻ പറ്റില്ല. ചോറ് മാത്രമേ ഇഷ്ടമില്ലാത്തുള്ളൂ. അവർ തമ്മിൽ ചോറ് കഴിക്കാനുള്ള ബുദ്ധിമുട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊക്കെ പക്ഷെ എങ്ങനെ അറിയോ, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും, ഇനി അത് പോയി കഴിഞ്ഞാൽ 10 ദിവസത്തിൽ ഒരിക്കലെങ്കിലും ചോറ് കഴിക്കണം. അല്ലെങ്കിൽ താല്പര്യമാണ് ബ്രെഡ് ഐറ്റംസും ചപ്പാത്തിയും. ചോറ് അത് ഈയിടെയായിട്ടല്ല, എന്നോ അങ്ങനെയാണ്. ചോറ് വലിയ താല്പര്യമൊന്നുമില്ല. ചോറ് വല്ലപ്പോഴും ഒരു ഡെലിക്കസി ആയിട്ട് കഴിക്കാം, എവറിഡേ പറ്റില്ല. ഇന്ന് നമ്മളിപ്പോ ചപ്പാത്തിയാണ് കുഴച്ചുകൊണ്ടിരിക്കുന്നത്. മേത്തി ചപ്പാത്തി. അതാണ് അതിലിടുന്നത്. ആട്ട, കുറച്ച് ഗ്രാം ഫ്ലോർ, പിന്നെ നമ്മളിതില് മേത്തിയുടെ കസൂരി മേത്തിയുടെ ലീവ്സ് ഇടും. ശരിക്കും ഫ്രഷ് മേത്തിയാണ് നല്ലത്, നമുക്ക് ഇല്ലാത്തതുകൊണ്ട് കസൂരി മേത്തി ഇടും. പിന്നെ കുറച്ച് സ്പൈസപ്പ് ചെയ്യും, കുറച്ച് ജീരകപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗാർലിക് ചതച്ചത്, പിന്നെ കുറച്ച് ഉപ്പ്. അത്ര ഇട്ടിട്ട് നമ്മൾ ചപ്പാത്തി കുഴച്ച് വെക്കും. എന്നിട്ട് നമ്മൾ ചുട്ടിട്ട് കഴിക്കുന്ന സമയത്ത് മലായി കോഫ്തയുടെ കൂടെ കഴിക്കുന്നു. ഇന്നലെ ഈ മലായി കോഫ്ത ഞാൻ ജീവിതത്തിൽ കഴിക്കാത്ത കാര്യം എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ തിരക്കേണ്ടായിരുന്നല്ലേ. മറ്റേ പണ്ട് VR സംഭവത്തിൽ പറഞ്ഞ മാഗൻ അടിക്കുന്നായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കഴിച്ചു തുടങ്ങിയത്. പാക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നെതർലാൻഡ്സിൽ ഏത് വീട്ടിൽ ചിക്കൻ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇഷ്ടമാണ് ഇറങ്ങാറ്. അങ്ങനെ ഏപ്രിലൊക്കെ ഇട്ട് വേണ്ട മറ്റേ വലിയ കത്തിയൊക്കെ വെച്ച് മാസ്റ്റർ ഇറങ്ങിയിരിക്കുകയാണ്. കുനാന്ന് കട്ട് ചെയ്യണം. ഓക്കെ, ശബ്ദമില്ല. കട്ട് ചെയ്തപ്പോ ശബ്ദം പോലും ഉണ്ടായിരുന്നില്ല. അത്ര നമ്മളിങ്ങനെ ഫുഡ് ഉണ്ടാക്കി വെക്കുമ്പോൾ ഉണ്ടല്ലോ, ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് അതേ പാത്രത്തിൽ നമ്മൾ ഒരുപാട് കഴിച്ച് സ്പൂണൊക്കെ ഇട്ട് ഇളക്കി പിന്നെ നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നത്
നമ്മുടെ ഈ ഒരു മെത്തേഡിനോട് യോജിച്ച കാര്യമല്ല കേട്ടോ. നമ്മൾ ഫുഡ് ഉണ്ടാക്കിയതും അപ്പം തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേണ്ട ഗ്ലാസ് കണ്ടെയ്നറിലോട്ട് മാറ്റി തണുത്തെന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളതിൽ സ്പൂണൊന്നും ഇട്ട് ഇളക്കാതെ അപ്പം തന്നെ അടച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ നമ്മളൊരു 0 to 3 ഡിഗ്രിയുടെ അകത്ത് വേണ്ടോ സെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഓരോ തവണ നമ്മൾ കഴിക്കാൻ വേണ്ടി എടുക്കുമ്പോഴും ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ പാത്രം എടുക്കുന്നു, നമുക്ക് വേണ്ട ഒരു പോർഷൻ ആ ഒരു ഭാഗത്തു നിന്ന് മാത്രം എടുത്ത് വേറൊരു പാത്രത്തിലോട്ട് ആക്കുന്നു, നമ്മൾ റീഹീറ്റ് ചെയ്യുന്നു, കഴിക്കുന്നു. അല്ലാതെ അപ്പോഴും നമ്മൾ മൊത്തം ഇട്ട് ഇളക്കാനോ മൊത്തം എടുത്ത് ചൂടാക്കാനോ പിന്നെയും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാനോ അതൊന്നും പാടില്ല കേട്ടോ. ഉപ്പേരി എനിക്ക് പറയാനുള്ളത് ഈ ഒരു മാസത്തേക്ക് ഉണ്ടാക്കണ്ടാണ്. പക്ഷേ ഇനി തൊട്ട് ഞാൻ കമ്പൈൻഡ് മീൽ പ്രപ്പാണ് ചെയ്യണത്. ഈവൻ നമ്മളൊരു സ്ഥലത്ത് കുക്ക് ചെയ്യുന്നില്ലെങ്കിൽ കുക്ക് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാം, അപ്പോൾ ടേസ്റ്റ് ഡിഫറൻസ് വരും. ഇതാണ് ദീപ ചേച്ചിയുടെ മസാല ചപ്പാത്തി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആട്ട, ഗ്രാം ഫ്ലോർ, പിന്നെ കശ്മീരി ചില്ലി, കസൂരി മേത്തി, മഞ്ഞപ്പൊടി, കുറച്ച് ഗാർലിക് ചില്ലിയും ചതച്ചത് അത്ര ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഉണ്ടാക്കി എടുക്കും. ഗ്രാം ഫ്ലോർ, കടലമാവ്, ജീരകപ്പൊടി കുറച്ച് ജീരകപ്പൊടി അത്ര ഇട്ടിട്ടാണ് ചപ്പാത്തി നമ്മൾ കുഴച്ചുരുട്ടി വെക്കുന്നത്. ചേട്ടൻ നമ്മുടെ ഒപ്പം മീൽ പ്രപ്പിലോട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ്. അരിഞ്ഞു തരാനുള്ള ജോയിനിങ് ആണ് ഇവിടെ. ദീപ ചേച്ചി ക്ലീനിങ്ങും ക്ലീനിങ്. ഇവിടെ നമ്മുടെ ക്യാരറ്റും ബീൻസ് ഉപ്പേ റെഡി ആയിട്ടുണ്ട്. സാമ്പാർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഇനി നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയിട്ട് ഇട്ടിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചെടുത്ത് കടുകും മുളകും എല്ലാം കൂടെ പൊട്ടിച്ചെടുക്കുക. ഇവിടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ വറുത്തോണ്ടിരിക്കുകയാണ്. അത്രയാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രോഗ്രസ്. ഞാൻ 2 നേരത്തേക്കാണ് ചപ്പാത്തി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം 3 ചപ്പാത്തിയാണ് ഞങ്ങൾ ഒരു നേരം ഞാനും വിഷ്ണു കഴിക്കാറുള്ളൂ കേട്ടോ. ഞാൻ ചിലപ്പോൾ 2, പിന്നെ അതിൻ്റെ ഒപ്പം കൂടുതൽ മറ്റേ കട്ട് ചെയ്ത ക്യുക്കുംബറൊക്കെ കഴിക്കും. അപ്പൊ നമുക്ക് മൊത്തം മാക്സിമം 16 ചപ്പാത്തികളാണ് വേണ്ടിവരിക. 16 അല്ല 12. ഞാനിങ്ങനെ ഉണ്ടകളാക്കിയിട്ടാണ് ഞാൻ എടുത്തു വെക്കാറ്. ദീപ ചേച്ചി ഇതേ ഇങ്ങനെയാണ് ആക്കി അങ്ങനെ വെക്കും. ഞാനും 2 നേരമാണ്. ഇതിന് ഹാഫ് എടുത്തിട്ട് എന്താ പറയാ, അപ്പൊ ഒന്നുകൂടി കുഴച്ചൊന്ന് സോഫ്റ്റ് ആക്കി പിന്നെ ഉണ്ടാക്കും. ഓരോ ശീലങ്ങൾ. ദീപ ചേച്ചി എണ്ണ അടിയിലൊട്ടും എന്തിന് ചപ്പാത്തിയില് മിനിമൽ, വെരി മിനിമൽ. പക്ഷെ വാട്ടർ കണ്ടന്റ് ഉണ്ട് ഇതിൽ കേട്ടോ. ഞാൻ കുറച്ച് മോയിസ്റ്റ്, എല്ലാവരും ചോദിച്ചത് ഡ്രൈ ആവില്ല, കിഡ്നി നോക്കി നോക്കട്ടോ. ഡ്രൈ ആവില്ല. അത് പരത്തുന്നതിന്റെ 1 മണിക്കൂർ മുന്നേ ഞാൻ എടുത്ത് പുറത്ത് വെക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കുഴക്കുന്ന സമയത്ത് അതിനകത്ത് ഇനഫ് വാട്ടർ വേണം. അതായത് ചിലർ ഭയങ്കര ടൈറ്റ് ആയി ഡ്രൈ ആയിട്ട് കുഴച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് ഒരുപാട് കാലം ഞാൻ ചപ്പാത്തി എടുത്ത് വെക്കാറില്ല കേട്ടോ. അതായത് സൂൺ നാളെ എന്നിട്ട് മറ്റന്നാൾ 2 days മാക്സ്. ഇത് അതിനുള്ളതേ ഉള്ളൂ. മാക്സിമം 3rd day. പക്ഷെ 2 days കൊണ്ട് എണ്ണി തീരാറുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോ കാര്യങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്യാറ് കേട്ടോ. ഇടാൻ ഉറക്കം വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കമ്പൈൻഡ് മീൽ പ്രപ്പ് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് 2 പേർക്കും ഈ ഒരു കമ്പൈൻഡ് മീൽ പ്രപ്പ് നന്നായി ഇഷ്ടപ്പെട്ടു. ഒന്നാമത് ഒട്ടും ബോറടിയില്ല. കുറേ വർത്താനം പറഞ്ഞ് അങ്ങനെ ഒരു രസത്തിലാണല്ലോ നമ്മൾ 2 പേരും കൂടെ ഇങ്ങനെ കുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു കുക്കിംഗ്. നമ്മൾ 2 പേരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇന്ന് കിച്ചണിൽ മെയിൻലി ഞാനും ദീപ ചേച്ചിയും കൂടെയാണ്. പിന്നെ ചെറുതായിട്ട് കട്ടിങ്ങിനും ക്ലീനിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് ദിബിൻ ചേട്ടനും. ഇന്ന് വിഷ്ണുവിന് കംപ്ലീറ്റ്ലി ഒരു റെസ്റ്റ് ഡേ ആണേ. ഇന്ന് വിഷ്ണു റെസ്റ്റ് ഡേ എടുക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല കേട്ടോ. കഴിഞ്ഞ ഒരു 1 വീക്ക് വിഷ്ണുവിന് ഓഫീസിൽ അത്യാവശ്യം നല്ല പണി ഉണ്ടായിരുന്നു. അതുകൊണ്ട് രാത്രി കുറേ നേരം ഇരുന്ന് ഓവർ ടൈം വർക്ക് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊരു സൺഡേ വിഷ്ണു ഒരു ഫ്രീ ഡേ ആക്കിയെടുത്ത് സമാധാനത്തിൽ ഇരുന്ന് ചില്ല് ചെയ്യട്ടെ എന്നാണ് നമ്മൾ 3 പേരും കൂടെ എടുത്ത തീരുമാനം. ഒരു കാര്യം പറയണമെന്നുണ്ടായി. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഉണ്ടായിരുന്നില്ല, ഒരു ഡേ ഇൻ മൈ ലൈഫ്. അതിൻ്റെ കമൻറ്റ് സെഷൻ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരു കമൻറ്റ് സെഷൻ ആയിരുന്നു. പ്ലാനിങ്ങിനെ പറ്റിയിട്ടും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവരുടെ പെർസ്പെക്റ്റീവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനെപ്പറ്റി എനിക്കൊന്നും നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം എന്നുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ അതിനുള്ളൊരു ഗ്യാപ്പില്ല. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് അതിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ച് അല്ലെങ്കിൽ നമ്മുടെ Q&A നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ ഇപ്പോൾ അടുത്ത്. അപ്പോൾ അതിൽ നമുക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം കേട്ടോ. ഞാൻ ആ ടോപ്പിക്ക് ഇഗ്നോർ ചെയ്തൊന്നും അല്ല. കഴിഞ്ഞു 3:30 ആകുമ്പോൾ ചെറുപയർ കറി. അതിന്റെ ദിബിൻ ചേട്ടൻ ഒരു 10,000 തവണ എമ്പോല് പോയി. വിഷ്ണു ഇപ്പതേ പോയിട്ട് തിരിച്ചെത്തിയിട്ടില്ല. ഓരോ തവണ പിന്നെ ഓരോ കിച്ചണിന്റെ ഡിഫറെന്റ് അല്ല. ഞാൻ ആലോചിക്കായിരുന്നു ഇവിടെ ദീപേച്ചിന്റെ ഡ്രോ ഉണ്ടോ. ഞാനിവിടെ ഫസ്റ്റ് മസാലാസ വെച്ചിരുന്നത്. പക്ഷെ ഇതിന്റെ അകത്ത് ഇത് എന്തൊക്കെയാന്ന് എനിക്കറിഞ്ഞു. ഡ്രൈ മസാല, ഇവിടെ പൊടികള്, പിന്നെ കാഷ്യൂ, വാൾനട്ട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്താണ്? ഇത് നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സ് ഉണ്ടാക്കാനുള്ള ഒരു ഗമ്മാണ്. ഇത് വെച്ച് ഞാൻ ഒന്ന് ഉണ്ടാക്കി തരാം കേട്ടോ. ഞാൻ അടുത്ത ആഴ്ച ഉണ്ടാക്കും. എന്റെ ഫേവറേറ്റ് സ്വീറ്റ്. എന്നെ നഖം പ്ലീസ് ഇഗ്നോർ. പിന്നെ അങ്ങനെ എന്തൊക്കെയോ ഇവിടെ ഉണക്കമാങ്ങ,
അങ്ങനെ ഒരു ലോഡ് സാധനം. ഇത് വെച്ചൊരു അച്ചാർ ഉണ്ടാക്കണം എന്ന് കുറെ കാലമായി വിചാരിക്കും, ഇന്ന് വരെ ആയിട്ടില്ല അച്ചാർ. അപ്പൊ ഞാൻ എന്റെ കിച്ചണിലൊക്കെ ഉണ്ടല്ലോ ഈ ഏലക്ക അങ്ങനത്തെ ഒക്കെ കുഞ്ഞു കുഞ്ഞു പാത്രത്തിൽ ഇട്ട് വെക്കുന്ന, പക്ഷെ ഇവിടെ ഗംഭീര യമണ്ടൻ പാത്രത്തിലാണ് ഏലക്കയും കുരുമുളകൊക്കെ ഇരിക്കുന്നത്. ഇതൊക്കെ പക്ഷെ ഇതൊക്കെ ഹോം ഗ്രോൺ ആണ്. ഇതൊക്കെ പട്ടാമ്പി ഹോം ഗ്രോൺ സാധനങ്ങളാണ്. ഹോം ഗ്രോൺ എല്ലാം. പിന്നെ അതിന്റെ അടിയത്തെ തട്ടില് അത് കാണിക്കണ്ടല്ലോ, കുറച്ച് ഓർഗനൈസ് ചെയ്യണ്ട, അത് കിടരുത്. അടിയിൽ ധാന്യങ്ങൾ എനിക്ക് ഒരേ പോലത്തെ ഡബ്ബകൾ കിട്ടിയിരിക്കാം, ഒരേ പോലത്തെ ഡബ്ബ വേണം. ഇതെന്ന് വെച്ചാൽ ഇത് വാങ്ങിച്ച കടയിൽ സ്റ്റോക്ക് തീർന്നപ്പോ കിട്ടിയില്ല. ഇത് ദീപച്ചന്റെ മസാലപാത്രം എന്ത് സിമ്പിളാ നോക്കി നോക്കൂ. എന്റെ മസാലപാത്രം ആണെങ്കിൽ ഒരു ഫസ്റ്റത്തെ ഡ്രോ ഫുൾ എന്റെ മസാല. കല്യാണം കഴിഞ്ഞ കാലത്ത് അമ്മ തന്നത്, അതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി. ദിബിന്റെ അമ്മ തന്ന മഞ്ചേരി അമ്മ, അതാണ് ഞാൻ ഇങ്ങനെ കൊണ്ടുനടക്കണം. കല്യാണം കഴിഞ്ഞ കാലത്ത് നിങ്ങൾക്ക് ആർക്കും ഈ ബുക്ക് എന്താന്ന് പോലും അറിയുന്നത്. അമ്മ എനിക്ക് കല്യാണം കഴിഞ്ഞ കാലത്ത് തന്ന ബുക്കാണ്. ഞാൻ UK പോണ സമയത്ത് അന്ന് ഈ ബുക്കൊക്കെ ഉണ്ടായിരുന്നു. അമ്മ എനിക്ക് 2 ബുക്ക് തന്നു. അന്ന് യൂട്യൂബ് ഒന്നും ഇത്ര ഹിറ്റ് അല്ലല്ലോ. യൂട്യൂബ് ഹിറ്റല്ല. അപ്പൊ അമ്മയ്ക്ക് അറിയാൻ എനിക്ക് ബുക്കേ അറിയില്ല. അപ്പൊ അമ്മ എനിക്കും ഇതും ഈ ബുക്കും ഇത് രണ്ടുപേരും അമ്മ എനിക്ക് തന്ന 2 ബുക്ക്. UK കൊണ്ട് പോകുമ്പോ ഞങ്ങൾ UK പോയി വെജിറ്റേറിയൻ ഗ്രേവീസ്. എന്നിട്ട് ഞങ്ങൾ UK-ലുള്ള സമയത്ത് ഞാനും ഇവരും കുക്കേ ചെയ്തില്ല. എല്ലാം 8 മാസം പുറത്ത് കഴിച്ച് അടിച്ചു പൊളിച്ചു കിടന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ട്. ഞാനൊക്കെ ഫുൾ യൂട്യൂബ് നോക്കിയിട്ടാ പഠിച്ചത്. എന്റെ തുടക്കകാലത്തെ ഗുരുവാണ് വീണ ചേച്ചി. കാല് തൊട്ടിങ്ങനെ വെച്ചിട്ടാ ഞാൻ അടുക്കളേക്ക് കയറാറ്. അത് അമ്മ എനിക്ക് ഇത് ഇംഗ്ലീഷിൽ വാങ്ങിച്ചു തന്നെ, കാരണം ഇത് മലയാളമാണെന്ന് പിന്നെ അമ്മ ഓർത്തതൊക്കെ വായിക്കാൻ പറ്റുമെങ്കിലും വായിക്കാൻ പറ്റൊന്നുമില്ല. പിന്നെ വെറുതെ അത് എളിമയാട്ടോ. വായിക്കാൻ പറ്റും, പക്ഷെ ഇത് ഇറ്റ് വിൽ ടേക്ക് ലിറ്റിൽ ടൈം. ദീപേച്ചി ജനിച്ചതും വളർന്നതൊക്കെ ഗുജറാത്തിലാണ്. കല്യാണത്തിന് ശേഷമാണ് കംപ്ലീറ്റ്ലി നാട്ടിൽ വന്ന് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. +1 +2 നാട്ടിലുണ്ടായിരുന്നു. പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് വന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ എത്ര നാട്ടിലത്തെ ഒരു ലോക്കൽ ആളാവാൻ നോക്കിയാലും ഗുജു ഒരു ഗ്യാപ്പ് വരും. അത് മനസ്സിലാവും. അത് മീൻസ് എന്നോട് ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ബട്ട് സ്റ്റിൽ ഐ അപ്രീഷിയേറ്റ് ബീങ് എ മലയാളി. പക്ഷെ നടന്നില്ല. ഇതേപോലെയാണ് പ്രതു. മറ്റേ ഗീതു നാട്ടിൽ വന്നിട്ട് ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട് ഏതോ ചേച്ചി എടുത്ത് ചേച്ചി ഈ ബസ് കിട്ടാന്ന്. ഗീതു നല്ല മലയാളി ലുക്കും കാണാൻ നല്ല നന്നായി മലയാളം പറയും ചെയ്യുമല്ലോ. നിനക്കെന്താ കണ്ണ് കണ്ടില്ലേ വായിച്ചൊക്കെ. അതെന്താ അറിയാം, ഇപ്പൊ ദീപ ചേച്ചിയും ഗീതുവും മഞ്ചേട്ടനും ഒക്കെ അവിടെ ജനിച്ചു വളർന്ന് പഠിച്ച ആൾക്കാരാണ്. അപ്പൊ ഇപ്പൊ എന്നെ കൊണ്ടുപോയിട്ട് നോർത്ത് ഇന്ത്യയിൽ ഇട്ട് എങ്ങനെ ഉണ്ടാവും? ആ കൾച്ചറൽ ചേഞ്ചും എല്ലാം കൂടെ ഡിഫിക്കൽട്ടാണ്. എന്നിട്ടാണ് നമ്മളിപ്പോ നെതർലാൻഡ്സ് വന്നിരുന്ന ഡച്ച് പഠിക്കാൻ ശ്രമിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് നാടിനോട് ഒരു ഇഷ്ടക്കുറവ്. എന്റെ ഫേവറേറ്റ് സ്ഥലമാണ് നാട്ടിലെ 3 സ്ഥലങ്ങൾ: പട്ടാമ്പി, ഷൊർണൂര്, വളാഞ്ചേരി, മഞ്ചേരി. പിന്നെ എനിക്ക് കോഴിക്കോട് ഭയങ്കര ഇഷ്ടമാണ്. ഈ 4 സ്ഥലവും ഭയങ്കര ഇഷ്ടമാണ്. ഐ ജസ്റ്റ് ഫീൽ എ കണക്ട്. കൊച്ചിനോട് അത്ര കണക്ട് ഇല്ല. മേ ബി അവിടെ അത്ര ആരുമില്ല. റിലേറ്റീവ്സ് ഉണ്ടെങ്കിലും ഈ സ്ഥലത്താണല്ലോ കുറെ. പിന്നെ വളാഞ്ചേരി വളാഞ്ചേരിയാണ് ടോപ്പില്. മറ്റേ പാലക്കാട് നിന്ന് തെറിച്ചു പോയ കഷ്ണം. അല്ലല്ല, പട്ടാമ്പിയാണ് മലപ്പുറത്ത് തെറിച്ചു പോയ വളാഞ്ചേരിക്ക് ഇഷ്ടം. നമ്മുടെ കുക്കിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി മലായ് കോഫ്തയുടെ ഗ്രേവി ഉണ്ടാക്കാൻ കൂടെ ബാക്കിയുള്ളൂ. അതെല്ലാം അരച്ച് റെഡിയാക്കി വെച്ചിട്ട് ഇവര് ഈ മലായ് കോഫ്തയ്ക്ക് ജീവനില്ലാത്തോണ്ട് അല്ലെങ്കിൽ മലായ് കോഫ്ത ഇങ്ങോട്ടൊന്ന് പറഞ്ഞത് ഇത് ഞാൻ കാരണമല്ല. ഈ കൂട്ടത്തില് കുറച്ച് മലായ് കോഫ്ത ഇവരെന്ത് പ്രശ്നം ലേറ്റ് ആയി മലായ് കോഫ്തക്കാണ്. സാമ്പാറ് എന്താണ് മലായ് കോഫ്ത ഇല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇപ്പൊ ഡിന്നറാണ് ഒറ്റടി ആദ്യമായിട്ട് കഴിക്കുന്നത്. പുട്ടും പഴവും ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ട് ശബ്ദമില്ല. കൊറേ പറയണമെന്നുണ്ട്. നല്ല ഉപ്പ് കൊടുത്താട്ടോ. അതെ, ദീപചേട്ടൻ സ്റ്റീല് മാത്രമേ ഉള്ളൂ. സ്റ്റീലും കാസ്റ്റ് ആണ്. എന്റെ കാസ്റ്റ് ആണല്ലേ. കാസ്റ്റ് ആണ് കുറച്ചു കാലം ഉപയോഗിച്ചില്ലെങ്കിൽ അങ്ങനെ വരും. ഒന്നുകൂടി എണ്ണ തേച്ച് സെറ്റാക്കേണ്ടി വരും. മയക്കി എടുക്കണം. ബാക്കി ഇവിടെ കാണുന്ന പാത്രങ്ങളെല്ലാം കണ്ടോ കാസ്റ്റ് ആണും സ്റ്റീലും മാത്രമാണ്. സമയം മുന്നോട്ട് പോകുന്തോറും എൻ്റെ ശബ്ദത്തിന്റെ മാധുര്യം കൂടി വരുന്നുണ്ട്. ഈ പാറയിലിട്ട് ഒരച്ച ശബ്ദം എന്നൊക്കെ പറയില്ലേ, അതിന്റെ റിയൽ ഫീൽ എനിക്ക് ഇപ്പോഴാണ് കിട്ടുന്നത്. എന്താന്ന് ആലോചിക്കണം ഓരോരുത്തരുടെ ബോഡി. വിഷ്ണുവിന് അത് മാറിപ്പോയി. യുവിക്ക് ഇവ മറന്നു ഇവിടെ ബോഡിയിൽ അത് ഉണ്ടായിരുന്നു എന്നുള്ളത്. യുവിക്ക് വന്നതിന്റെ ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വന്നതാണ്. എനിക്ക് മാറില്ല. എനിക്കറിയാം എൻ്റെ ബോഡിയിൽ കഫം വന്നു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് ലാസ്റ്റ് ചെയ്യും കുറച്ചധികം കാലം. പിന്നെ അത് അടുത്ത ഒരു വിന്റർ കഴിഞ്ഞ് സമ്മർ കഴിഞ്ഞ് സ്പ്രിംഗ് ഒക്കെ ആകുമ്പോഴേക്കും മാറുമായിരിക്കും. ഇതേപോലെ എൻ്റെ അമ്മയ്ക്ക് മാറുകയില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണത്.
മലായ് കോഫ്തയിൽ എനിക്ക് ഉപ്പല്ല കുക്കിംഗ് ക്രീം ലേശം കൂടി ആവാൻ തോന്നുന്നു. ആണോ? തോന്നുന്നു എനിക്ക്. അപ്പൊ നീ അങ്ങനെ ആണെങ്കിൽ ഉണ്ടാക്കണതിന് മുമ്പ് ശകലൊന്ന് ഇടണം കേട്ടോ. നമ്മള് മലായ് കോഫ്ത ഇവിടെ പൊട്ടിയതാന്ന് വിചാരിച്ചു ഈ കറി കണ്ടിട്ട്. 2 ഡബ്ബയിലാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ അപ്പൊ ഫ്രൈ ചെയ്തിടും. ദീപ ചേച്ചി അപ്പൊ ഫ്രൈ ചെയ്തിട്ട് അതിൽ ആഡ് ചെയ്യും. കുക്കിംഗ് ക്രീം മുകളിൽ വെറുതെ ഇങ്ങനെ നോക്കണം. ചിലപ്പോൾ വേണ്ടി വരില്ല, എന്റെ തോന്നലായിരിക്കും. നമ്മൾ ഉണ്ടാക്കിയിട്ട് കുറച്ച് ഇരുന്നാലാണല്ലോ കറിക്കൊരു. അങ്ങനെ ഫൈനലി മീൽ പ്രിപ്പിംഗ് എല്ലാം കഴിഞ്ഞ് കിച്ചൺ ക്ലീനിങ് വരെ കഴിഞ്ഞു. ഇനി കുറച്ച് പാത്രം മാത്രം ഡിഷ് ചെയ്യാനേ ഉള്ളൂ. ഒരു ഭയങ്കര എഫിഷ്യന്റ് ഐഡിയ ആയിട്ടാണ് നമുക്ക് പ്ലാൻ ചെയ്തത് തോന്നിയിട്ട്. അതായത് 2 പേര് ചേർന്ന് കുക്ക് ചെയ്യുമ്പോൾ ഡിഫറെന്റ് വിഭവങ്ങൾ, ഡിഫറെന്റ് സ്വാദ്, കുറച്ച് നേരം ഉള്ളിയൊക്കെ മാസമായി കട്ട് ചെയ്യാൻ ഒരാള്, വയറ്റാൻ വേറൊരു പാത്രം അല്ലേ, ക്ലീനിങ്ങിന്. അത് പിന്നെ ക്ലീനിങ് നമ്മൾ ഇമ്പാക്ട് ചെയ്യാറില്ല. അത് പിന്നെ എപ്പോഴും ദിപിൻ ചേട്ടനും ഇഷ്ടം കൂടിയാണ് ചെയ്യാറ്. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 4 മണിയപ്പോ തീർന്നു. 2 മണിക്കൂറൊന്ന് വർത്താനം പറയുന്നു, വെറുതെ സ്ലോ ആക്കിയിരുന്നു. ഡിന്നറും കുക്ക് ചെയ്തു. ഇപ്പൊ ദീപ ചേച്ചിക്ക് ഇന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്ത ഡോണിന്റെ സൗണ്ട് തെറാപ്പി ഇപ്പൊ കണ്ടിന്യൂ ചെയ്യാനുണ്ട്. എനിക്കാണെങ്കിൽ പെട്ടെന്ന് അച്ഛനോട് ഡിന്നർ കോള് വന്നു. അപ്പൊ എന്നോട് ഡിന്നറിന് പോവാന്ന് വിചാരിച്ചു. ബാക്കിയെല്ലാം നമ്മൾ ഇതോടെ പ്ലാനിങ് ക്ലോസപ്പിൽ കാണിക്കണം കേട്ടോ. കാരണം ഭയങ്കര കളർഫുൾ ആയിട്ട് കാണുമ്പോൾ നല്ല രസം തോന്നുന്നു. അതായത് ഞാൻ റെസ്റ്റോറന്റിൽ നിൽക്കാൻ തോന്നി കാണിച്ചാറോട്ടോ എന്തൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തെന്നുള്ളത്. നമ്മൾ ഇന്ന് കുക്ക് ചെയ്ത് 2 ഭാഗങ്ങളാക്കി മാറ്റി വെച്ച ഐറ്റം ഇതെന്റെ, ഇത് ദീപ ചേച്ചിയുടെ. അപ്പൊ നമുക്കുള്ളത് ഇന്ന് ചിക്കൻ കറി, മേഥി പറാഠയുടെ ഡോ, കടലക്കറി, ബീൻസ് ക്യാരറ്റ് തോരൻ, നമ്മുടെ മലായ് കോഫ്തയുടെ കോഫ്താസ്, ചെറുപയർ കറി, സാമ്പാർ, മലായ് കോഫ്തയുടെ മലായി സെറ്റ്. അതൊക്കെയാണ് വരുന്നത്. ഇവിടെ 2 പേര് 2 ചോയ്സസ് നിങ്ങൾക്ക് കാണാം കേട്ടോ. ഞാനിവിടെ നമ്മുടെ ചപ്പാത്തിയുടെ മാവ് ഞാൻ കുഴച്ചുണ്ടയാക്കി വെച്ചിട്ടാണ് ഞാൻ ഉപയോഗിക്കാറ്. ദീപ ചേച്ചിയ സമയം നോക്കി നോക്കൂ, ഇങ്ങനെ ഒറ്റ ഉണ്ടയാക്കിയിട്ട് അപ്പം ഒന്നും കൂടെ രണ്ടാമത് കുഴച്ചിട്ടാണ് ഉപയോഗിക്കാറ്. പിന്നെ അതേപോലെ കോഫ്ത ദീപ ചേച്ചി ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ അപ്പോൾ വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മീൽ പ്രിപ്പ് ചെയ്യുമ്പോൾ 2 രീതിയിൽ ചിന്തിക്കുന്ന 2 ആൾക്കാരുടെ മെന്റാലിറ്റിയും കൂടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും. എനിക്ക് മീൽ പ്രപ്പും സംഭവമൊക്കെ എന്നേക്കാൾ എനിക്ക് പറയാനുള്ളത് വി ഡിഡ് എ ഗ്രേറ്റ് ജോബ്. എനിക്ക് മീൽ പ്രപ്പ് ഒക്കെ ചെയ്ത് സെറ്റ് ആക്കണ എല്ലാവരോടും ഒരു പ്രത്യേക റെസ്പെക്ട് ഉണ്ട്. അപ്പൊ നിങ്ങളൊക്കെ മീൽ പ്രപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സുണ്ടു വന്നു. സുണ്ടു കുഞ്ചി എന്ത് രസം ആയിഷു, നല്ല ഭംഗിയുണ്ട് ആയിഷു. യു ക്യാൻ സീ ഹർ ഫേസ്. ഓക്കെ, എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്തിരിക്കുന്ന കൊഞ്ചിയായിട്ട്. ശുണ്ടു ബേബി അയ്യോടി. ഇല്ല, എന്നാലും അംഗീകരിച്ചിട്ടില്ല. ഇന്നാണ് ഇന്നലെ ഐഷു ഞാൻ മോള് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് കൂടെ പോയിട്ടില്ല കേട്ടോ. ഇതാ നോക്ക്, ഷീസ് വെരി ഹാപ്പി. ആക്ച്വലി അവളുടെ മുഖത്ത് ഷീസ് വെരി റിലാക്സ്ഡ്. ഇങ്ങനെ ഇത്ര റിലാക്സ് ചെയ്തിട്ട് ആരുടെ അടുത്താണ് അങ്ങനെ ഇരുന്നിട്ടില്ല. ഇവള് കടലിയല്ല, എടുക്കണമെന്ന് ഇഷ്ടമല്ല അങ്ങനെ. ഡോണിന്റെ ലൂണയാണ് കേട്ടോ അത്. ഡോൺ ഇന്ന് സൗണ്ട് തെറാപ്പി ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ദീപ ചേച്ചിക്കും ദിവിജ് ചേട്ടനും. ഇന്നലെ ഞാനും വിഷ്ണുവും പിന്നെ സഞ്ജേട്ടനും അമ്മുച്ചേച്ചും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കപ്പിൾ സെഷൻ ആയിട്ടായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. അടിപൊളിയായിരുന്നു. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഫീലിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ലേറ്റ് ആയപ്പോൾ ദീപ ചേച്ചിക്കും ദിബിൻ ചേട്ടനും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോൺ വന്നിട്ടുള്ളത്. എൻ്റെ ഫുഡിൻ്റെ ബാഗും പാത്രങ്ങളുമായിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ അതെല്ലാം എടുത്തു, പാക്ക് ചെയ്തു, നമ്മൾ ഇറങ്ങുന്നു. നമ്മൾ നേരെ അച്ചുവെച്ചത് അങ്ങോട്ടാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു ഡിസംബർ മാസം ഭയങ്കര തിരക്കായത് കാരണം ജാൻ ഇറങ്ങുന്ന ആരെയും കണ്ടിട്ടില്ല. ഇപ്പൊ ജാൻ അവസാനിക്കാനായപ്പോഴാണ് എല്ലാവർക്കും ഓർമ്മ ഞാൻ ആരെയും കണ്ടില്ലല്ലോ എന്നുള്ളത്. എല്ലാവരും ഉണർന്നിരിക്കുന്നു. അപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇങ്ങനെ എല്ലാവരും ഒരു ഡിസംബർ സ്ലീപ്പിലായിരുന്നു, ജാനിൽ ഉണർന്നത്. എല്ലാവരും ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ അച്ചുവെച്ചെടുത്തിക്കൊണ്ട് നേരെ പോണത്. അത് കഴിഞ്ഞ് അവിടെ ഞാൻ പോവാണ്. പക്ഷെ ഇത് ഫുൾ ഡെലിവറി എന്റെ വീട്ടിൽ, സെൽഫ് ഡെലിവറിയാണ്. എന്റെ ഷൂ ജിം ഷൂ ആണ്. നോക്ക്, ഞങ്ങളുടെ ഒരു ബുദ്ധി നോക്കണേ. നമ്മള് ഗിഫ്റ്റ് ഇന്നലെ വാങ്ങിയത് എടുക്കാൻ പറഞ്ഞു. അത് ഐഷു വാങ്ങിച്ചു തരും.
ഞങ്ങളുടെയും ശിവിന്റെയും ഓ ശരി, അത് മറന്നു. ദീപ ചേച്ചി വാങ്ങിച്ച ചീറ്റി പോയ സാധനമാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്റെ ഡ്രോയില് കൊണ്ടുപോകുന്നുള്ളത് നോക്കാണ്. എടാ വാങ്ങിച്ച കേക്കടാ, ഇത് ഐഷു വാങ്ങിയതാണ്. ഐഷു ശിവനുള്ള ഗിഫ്റ്റ് ആയിട്ട് വരും 4th അല്ലെങ്കിൽ 5th. ഓക്കെ, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയും ശിവിന്റെ ബർത്ത്ഡേ ഒരു ദിവസമാണ്. ശിവിൻ്റെ ഗിഫ്റ്റ് ഞാനും വിഷ്ണു വീട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ടൊന്ന് പോയി കൊടുക്കണം. ഇന്ന് ഇവിടുന്ന് നേരെ നമുക്ക് വീട്ടിൽ പോയിട്ടൊന്ന് കിടക്കാനാണ് തോന്നുന്നത്. പക്ഷെ അച്ചേച്ചി വിളിച്ച സ്ഥിതിക്ക് എന്തായാലും ഒന്ന് അവിടെ പോകണം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം ഒരു 3-4 ആഴ്ചയുടെ അടുത്തായിട്ടുണ്ടായിരിക്കും അച്ചേച്ചിനെയൊക്കെ ഒന്ന് കണ്ടിട്ട്. അപ്പോൾ കാണാൻ ഭയങ്കര ഒരു ആഗ്രഹം നമുക്ക് രണ്ടുപേർക്കും. അപ്പോൾ ഒന്ന് പോയി കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഒരു 1-1.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഇറങ്ങാനാട്ടോ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. യുവി ഒരു മാക്സിമം 7 മണിയാകുമ്പോഴേക്കും ഉറങ്ങും കേട്ടോ. അതുകൊണ്ട് ദീപ ചേച്ചി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവന് ഡിന്നർ കൊടുത്ത് അവൻ്റെ സ്ലീപ്പ് സ്യൂട്ടിലോട്ട് മാറ്റിയിട്ടാണ് നമ്മൾ കാർ സീറ്റിൽ വെച്ചത്. അപ്പോൾ അവൻ നല്ല ഉറക്കമായിരുന്നു ചേച്ചിയുടെ അവിടെയും. അവിടുന്ന് ഇനി വീട്ടിലെത്തിയിട്ട് ചുമ്മാ നമുക്ക് അവനെ എടുത്ത് ബെഡിലോട്ട് കിടത്തിയാൽ മതി. കുറച്ച് ഗ്രോസറീസൊക്കെ നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രൈഡേ നമ്മൾ പോകുന്നതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞില്ലേ, ഫ്രൈഡേ ദീപ ചേച്ചിയുടെ അവിടെ നമ്മൾ സ്റ്റേ ആയിരുന്നു. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റേതായിട്ടുള്ള സ്ഥലങ്ങളിൽ എടുത്ത് വെക്കാനൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൺഡേ നമ്മൾ ചെയ്യാറുള്ള ചെറിയൊരു ലോണ്ട്രി പരിപാടിയും പിന്നെ അതേപോലെ ചെറിയ എൻ്റെ ഒരു മീ ടൈമും ഞാൻ എടുക്കാറുണ്ട് കേട്ടോ. മീ ടൈം എന്നൊക്കെ അതിന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഫേസൊക്കെ ഒന്ന് റെഡിയാക്കുക, അതായത് ഒന്ന് ഷേവ് ചെയ്ത് ഒന്ന് എന്താ പറയുക ഐബ്രോസൊക്കെ ഒന്ന് സെറ്റാക്കി ഒരു ഫേസ് മാസ്ക് ഒക്കെ ഇട്ടിരിക്കുന്ന ഒരു പരിപാടിയല്ലേ, അതും കൂടെ ചെയ്യാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ലേറ്റായ സ്ഥിതിക്ക് നമുക്ക് കിടന്നുറങ്ങി ഒരു പടം ചെറുതായിട്ടൊക്കെ കാണാൻ പറ്റുമോ നോക്കാം. അത് കണ്ട് കിടന്നുറങ്ങി നമുക്ക് നാളെ നല്ല ഫ്രഷായിട്ട് നമ്മുടെ ഒരു വീക്ക് ഡേ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചെറിയ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.